നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ TVM LDCയുടെയും ഖാദി ബോർഡ് LDCയുടെയും കറണ്ട് അഫയേഴ്സിന്റെ എക്സ്പ്ലനേഷൻസ് ആണ്. ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കഴിഞ്ഞ TVM LDCയുടെയും ഖാദി ബോർഡ് LDCയുടെയും എക്സ്പ്ലനേഷൻസ്, കറണ്ട് അഫയേഴ്സിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയുള്ള അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇനി പഠിക്കേണ്ടതും നോക്കിയിട്ട് പോകേണ്ടതുമായിട്ടുള്ള ഒരു കാര്യങ്ങളും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. രണ്ട് ക്വസ്റ്റ്യൻസ് LDC ട്രിവാൻഡ്രത്തിൽ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ചിലർക്ക് അറിയില്ലായിരിക്കും, അതുകൊണ്ട് അവരത് വിട്ടിട്ട് പോയിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും ഈ അടുത്ത ക്വസ്റ്റ്യൻ കാണുന്നത്. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? അപ്പൊ ഇത് ചിലപ്പോൾ ഇന്ത്യയോ ചൈനയോ ബ്രിട്ടനോ ഒക്കെ കറുപ്പിച്ചിട്ട് പോയവർക്ക് അവിടെ ചെല്ലുമ്പോഴായിരിക്കും മനസ്സിലായത് തെറ്റിപ്പോയെന്ന്. ഇത് കറുപ്പിക്കാതെ പോയവർക്ക് മനസ്സിലായി കാണും. അപ്പൊ അവർ വന്നിട്ട് സൗദി അറേബ്യയാണ് ആൻസർ. ഓക്കെ, സൗദി അറേബ്യൻ ആൻസർ. അപ്പം നോക്കുമ്പോ രണ്ടും അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്കാണെങ്കിലും ഒന്നും അറിയില്ല, ഇപ്പൊ രണ്ടും ആൻസർ ഒന്നും അറിയാത്ത, പരിസ്ഥിതി ദിനാഘോഷങ്ങളെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? ഇത് എഴുതാൻ പറ്റും. കാരണം എന്താണ്, രണ്ടിലും കോമൺ ആയിട്ട് സൗദി അറേബ്യ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് തന്നെ എഴുതാം. പിന്നെ അവിടെയും പോയി ഇവിടെയും പോയി രണ്ടെണ്ണം തെറ്റിച്ചവരും ഉണ്ട്. പക്ഷെ ഒന്നെങ്കിലും കിട്ടിയവരും ചിലർക്ക് രണ്ടും കിട്ടി കാണും. അപ്പൊ ഇതിന്റെ ആൻസർ സൗദി അറേബ്യയാണ്. നമുക്ക് അതിന്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. സൗദി അറേബ്യയിലാണ് 2024 നടന്നത്. അതിന്റെ തീം എന്ന് പറയുന്നത് ലാൻഡ് റീസ്റ്റോറേഷൻ, ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ്. അതാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. 2024 സൗദി അറേബ്യയിലാണ് നടന്നത്. അടുത്ത 2023 നടന്നത് ഐവറി കോസ്റ്റിലാണ്. അതിന്റെ തീം എന്ന് പറയുന്നത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്. അപ്പൊ അതിന്റെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ 50ാമത് വാർഷികമാണ് 2023 കഴിഞ്ഞത്. അപ്പൊ അത് ഐവറി കോസ്റ്റിൽ വെച്ചാണ് നടന്നത്. 2024 സൗദി അറേബ്യയിൽ വെച്ചാണ്, 2023 ഐവറി കോസ്റ്റിൽ വെച്ചിട്ടാണ്. അതിന്റെ തീം എന്ന് പറയുന്നത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്. അത് 50ാമത്തെ വർഷമാണ് ആഘോഷിച്ചത് 2023. മേ ബി അടുത്ത എക്സാംസ് വരുന്നവർക്ക് ചിലപ്പോ ഇത് ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ഇത് ചോദിക്കാം ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും നോക്കിയിട്ട് പോവാം. 2022 നടന്നത് സ്വീഡനിലാണ്. 2022 സ്വീഡനിലാണ്. അതിന്റെ തീം എന്ന് പറഞ്ഞാൽ ഓൺലി വൺ എർത്ത് ആണ് അതിന്റെ തീം വരുന്നത്. ഇനി അടുത്ത 2025 എവിടെയാണ് നടക്കുന്നത് വെച്ചാൽ റിപ്പബ്ലിക് ഓഫ് കൊറിയയിലാണ് 2025 നടക്കുന്നത്. അതിന്റെ തീം എന്ന് പറയുന്നത് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്. എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അപ്പൊ 2024 സൗദി അറേബ്യയിൽ നടന്നു, 2023 ഐവറി കോസ്റ്റിൽ നടന്നു. അത് 50ാമത്തെ വാർഷികമായിരുന്നു. അതിന്റെ തീം എന്ന് പറയുന്നത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്. അടുത്ത 2022 നടന്നത് സ്വീഡനിലാണ്. തീം എന്ന് പറയുന്നത് ഓൺലി വൺ എർത്ത് ആണ്. അടുത്ത 2025 നടക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ഓഫ് കൊറിയയിലാണ്. അതിന്റെ തീം എന്ന് പറയുന്നത് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ഇത് ട്രിവാൻഡ്രം LDCക്ക് ചോദിച്ചതാണ്. ഖാദി LDCക്കും സെയിം ഒരു കേന്ദ്രമന്ത്രിയുടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കേന്ദ്രമന്ത്രിമാരെല്ലാം ഒന്ന് പഠിച്ചിട്ട് പോവുക. കേന്ദ്രമന്ത്രിമാർ മാത്രമല്ല, കേരളത്തിലെ ഗവൺമെന്റും കൂടി ഒന്ന് പഠിച്ചിട്ട് പോവാം. അപ്പം ഏതെങ്കിലും ചോദിക്കും, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുന്നത്, ആ വകുപ്പും പേരും ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ സാധാരണ ഓൺവേർഡ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ മൻസുഖ് മാണ്ഡവ്യയാണ്. നമുക്ക് മന്ത്രിമാരെ കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. നരേന്ദ്രമോദി പെൻഷൻ, ജയിൽ, ആണവോർജം, ബഹിരാകാശം, മന്ത്രിമാർക്ക് വിഭജിച്ച് നൽകാത്ത ബാക്കി വകുപ്പുകളൂടെ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ്. അടുത്ത് രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത് പ്രതിരോധമാണ്. അമിത്ഷാ ആഭ്യന്തരം, സഹകരണമാണ്. നിർമ്മല സീതാരാമൻ നമുക്കറിയാം ധനകാര്യം, കമ്പനിക്കാര്യമാണ്. എസ് ജയശങ്കർ വിദേശകാര്യമാണ്. ഞാൻ എല്ലാം ആഡ് ചെയ്തിട്ടില്ല, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അത്യാവശ്യം വേണ്ട മിനിസ്റ്റേഴ്സ് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ ഇതില്. ബാക്കിയുള്ളത് കൂടെ നിങ്ങൾ പഠിച്ചിട്ട് പോവാം. അതുപോലെ കേരള ഗവൺമെന്റിന്റെയും കൂടി ഒന്ന് പഠിച്ചിട്ട് പോവാം. നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം, ദേശീയ പാതകൾ. JP നദ്ദ ആരോഗ്യം, കുടുംബക്ഷേമം. ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം. മനോഹർ ലാൽ ഖട്ടർ ഭവന നഗരകാര്യം, ഊർജം. HD കുമാരസ്വാമി ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീൽ. പീയൂഷ് ഗോയൽ വാണിജ്യം, വ്യവസായം. അടുത്ത ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രാലയം. ജിതിൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രാലയം.
പിന്നെ രാജീവ് രഞ്ജൻ സിംഗ് പഞ്ചായത്ത് രാജ്, സർബാനന്ദ് സോനോവാൾ തുറമുഖം, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയമാണ്. പിന്നെ വീരേന്ദർ കുമാർ സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയമാണ്. അപ്പൊ ഇത് കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ളത് കൊണ്ട് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് പഠിച്ചില്ലെങ്കിലും വകുപ്പുകളും മന്ത്രിമാരും പറ്റുമെങ്കിൽ അവരെവിടെ നിന്നാണ് അവരുടെ മണ്ഡലം, പിന്നെ കേരള ഗവൺമെന്റിന്റെ മന്ത്രിമാര് കൂടെ ഒന്ന് അവരുടെ വകുപ്പുകളും കൂടെ ഒന്ന് പഠിച്ചിട്ട് പോവുക. രണ്ടെണ്ണവും ചോദിച്ചതും കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെയാണ്. ഖാദിക്കും ട്രിവാൻഡ്രം LDCക്കും ചോദിച്ചത്. അപ്പൊ അടുത്ത എക്സാമുകൾക്ക് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? കേന്ദ്രമന്ത്രിമാർ അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിമാരെ പ്രതീക്ഷിക്കാം. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് പോകാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 15ാമത്തെ പ്രസിഡന്റ്, 14ാമത്തെ പ്രസിഡന്റ് 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ 15ാമത്തെയും ജാർഖണ്ഡിലെ ഗവർണർ ആയിരുന്നു. അപ്പോ 1, 3 ശരി. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ച് കൂടുതൽ വിവരങ്ങൾ നോക്കാം. ആദിവാസി ഗോത്രവിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യ വനിതയാണ്. പ്രതിഭ പാട്ടീലിന് ശേഷം രാഷ്ട്രപതിയായ 2ാമത്തെ വനിതയാണ്. ജാർഖണ്ഡ് ഗവർണർ, അതാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചത്. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു. 2000 മുതൽ 2009 വരെ ഒഡീഷ നിയമസഭാ അംഗമാണ്. ഒഡീഷയിലെ നിയമസഭാ അംഗമാണ്. ക്വസ്റ്റ്യനിൽ ഇതാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിരുന്നത്. ജാർഖണ്ഡ് ഗവർണർ കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ട് ഒഡീഷയുടെ നിയമസഭാ അംഗമായിരുന്നു. ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു. 15ാമത് രാഷ്ട്രപതിയാണ്. ഏറ്റവും കുറവ് പ്രായത്തിൽ രാഷ്ട്രപതിയായ ആദ്യ വനിതയും കൂടെയാണ് ദ്രൗപദി മുർമു. അപ്പോ നമ്മള് പറ്റുമെങ്കിൽ എല്ലാരെ കുറിച്ചും ഒരുവിധം നോക്കിയിട്ട് പോവാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് എന്താണ്? താഴെ കൊടുക്കുന്ന പ്രസ്താവനകൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ്. ഇതിൽ ഒരു സെന്റൻസ് ആണ് നമുക്ക് കറണ്ട് അഫയേഴ്സ് ചേർത്ത് വരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിലും അല്ലെങ്കിൽ എല്ലാ ഇപ്പൊ ഹിസ്റ്ററി, ജിയോഗ്രഫി ഏത് ഇതിലാണെങ്കിലും അതിൽ കൂടെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആഡ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ ആവട്ടെ എന്തിലും കറണ്ട് അഫയേഴ്സ് ആഡ് ചെയ്താണ് ചോദിക്കുന്നത്. അതിൽ 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 1 ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. എന്നാലും നമ്മൾ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കാം. നാറ്റോ 2049 ഇത് സ്ഥാപിതമായത്. ഇതിന്റെ ആസ്ഥാനം ജനീവയാണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ ആണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിലെ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ ആണ് കേട്ടോ. 1949 ഇത് സ്ഥാപിതമായത്. അപ്പൊ നമുക്ക് നാറ്റോയെ കുറിച്ചൊന്ന് നോക്കാം. 2023 74ാമത് നാറ്റോ ഉച്ചകോടി വേദി വിൽനിയസിൽ വെച്ച് ലിത്വാനിയയുടെ തലസ്ഥാനമാണ്. ഇപ്പോ നാറ്റോ എന്ന് പറഞ്ഞാല് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ്. അപ്പൊ നാറ്റോയെ കുറിച്ച് പഠിക്കാം. 2024 ഏപ്രിൽ 4 75 വർഷം പൂർത്തിയാക്കി. 2024 ഏപ്രിൽ 4 75 വർഷം പൂർത്തിയാക്കി. നമ്മൾ നേരത്തെ പരിസ്ഥിതി എൻവയോൺമെന്റിന്റെ പഠിച്ചിരുന്നു. 2023 ആഘോഷിച്ചത് 50ാമത്തെ വാർഷികമാണെന്ന് പറഞ്ഞു. അപ്പം ഇത് നാറ്റോ ആണ്. 2024 ഏപ്രിൽ 4 75 വർഷം പൂർത്തിയാക്കിയിരുന്നു. അപ്പൊ അതിന്റെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. US-ന്റെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമാണ് നാറ്റോ. രൂപീകൃതമായത് 1949. ഇതാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നത്. 1949. ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. രൂപീകരണ സമയത്ത് അംഗരാജ്യങ്ങൾ 12 ആണ്. ഇപ്പൊ മൊത്തത്തിൽ അംഗരാജ്യങ്ങൾ 32 ആണ്. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ് സെക്രട്ടറി ജനറൽ. നാറ്റോയിൽ അവസാനമായി അംഗമായ രാജ്യം സ്വീഡൻ 2024 മാർച്ചിൽ. ഇതുമാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ശരിയായിട്ടുള്ളത്. അപ്പൊ ഈ സ്വീഡൻ ആണ് ലാസ്റ്റ് ആയിട്ട് 2024 മാർച്ചില് വന്നത്. അപ്പൊ അതാണ് ഇതിന്റെ കറണ്ട് അഫയേഴ്സ്. അപ്പൊ ഞാൻ അതുകൂടി ചേർത്തുന്നേ ഉള്ളൂ. അതാണ് ഇതിലെ കറണ്ട് അഫയേഴ്സ്. 39ാമത് അംഗരാജ്യം, അതായത് സ്വീഡന് മുന്നേ 32 ഉണ്ട്. സ്വീഡന് മുന്നേ വന്നത് ഫിൻലാൻഡ് ആണ് 2023. ഒന്ന് നോക്കിയിട്ട് പോവാ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ആഘോഷ ദിനത്തിൽ മുഖ്യ അതിഥി ആയിരുന്ന അബ്ദുൽ ഫത്താ അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ്? ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണ്. അപ്പൊ എന്താണ്? റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്ത മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ്? ഇത് ഈജിപ്തിലെയാണ്. അപ്പൊ 2023 വന്നത് അബ്ദുൽ ഫത്താ അൽ സിസി ആണ് ഈജിപ്തിൽ നിന്ന്. 2024
പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ്, ഫ്രാൻസിലെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് 2024 വന്നത്. 2023 തീം എന്ന് പറയുന്നത് ജൻ ഭാഗീദാരി അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ആണ് 2023 തീം. അപ്പോ 2024 ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയ ഇമ്മാനുവൽ മാക്രോൺ ആണ്. അതിന്റെ 2023 തീം എന്ന് പറയുന്നത് ജൻ ഭാഗീദാരി, പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ, ഹിന്ദി വാക്കാണത്. പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ എന്നാണ് 2023 തീം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നതിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ്? സാധാരണ നമുക്ക് ആർക്കാണ് കിട്ടിയെന്ന് ചോദിക്കും, ഇപ്പൊ ഒരു ഏതിനാണ് കിട്ടിയെന്ന് ചോദിക്കും. അപ്പം ഇനിയുള്ള എക്സാംസിന് കാദിക്കും ചോദിച്ചിരുന്നു, ഒരു കാദിക്ക് ഏതാ ചോദിച്ചിരുന്നത്? സമാധാനമാണ് ചോദിച്ചിരുന്നത് കാദിക്ക്. അപ്പൊ നമുക്ക് ചോദിച്ചേക്കുന്നത് രസതന്ത്രമാണ്, LDCക്ക് ചോദിച്ചത് രസതന്ത്രമാണ്. അപ്പൊ അതിന്റെ ആൻസർ ക്വാണ്ടം ഡോട്ട്സ് ആണ്. അപ്പം ഇപ്പൊ 2 ചോദിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഓൺവേർഡ് ആയിരിക്കാം. ഏതിനാണ് കിട്ടിയത്, ആർക്കാണ് കിട്ടിയത് എന്നുകൂടി പഠിച്ചു വെച്ചേക്കാം. നമുക്ക് നൊബേൽ സമ്മാനം നോക്കാം. സമാധാനത്തിന് കിട്ടിയത് നർഗീസ് മുഹമ്മദിയാണ്, ഇറാനിൽ നിന്നുള്ള. അതാണ് നമുക്ക് ഖാദി ബോർഡ് LDC മെയിൻസിന് ചോദിച്ചിരുന്നത്. അപ്പൊ എന്തിനാണ് കിട്ടിയതെന്ന് കൂടെ പഠിച്ചു വെച്ചേക്കാം. നർഗീസ് മുഹമ്മദി ഇറാനിൽ നിന്നുള്ളതാണ്. ഇറാനിലെ സ്ത്രീകളുടെ അവകാശ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വനിതയാണ്. 2ാമത്തെ ഇറാനിയൻ വനിതയാണ്. സമാധാനത്തിനുള്ള നോബൽ ലഭിക്കുന്ന 2ാമത്തെ ഇറാനിയൻ വനിതയാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. അപ്പോ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടുന്ന 19ാമത്തെ വനിതയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024 പത്രസ്വാതന്ത്ര്യം എന്ന സമ്മാനം നേടിയിട്ടുണ്ട്. പിന്നെ അവർ പുസ്തകം നോക്കിയേക്കുക. അപ്പൊ എന്തിനാണ് കിട്ടിയത്, എത്രാമത്തെ വനിത? ഇറാനിയൻ വനിത എന്ന് പറയുമ്പോൾ സമാധാനത്തിൽ ലഭിക്കുന്ന ഇറാനിയൻ വനിത 2ാമത്തെ ഇറാനിയൻ വനിതയാണ്. സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നേടുന്ന 19ാമത്തെ വനിതയൂടെയാണ്. അടുത്ത സാഹിത്യം നോക്കുമ്പോൾ യോൻ ഫോസയാണ്. അദ്ദേഹം നോർവീജിയൻ എഴുത്തുകാരനും നാടകകൃത്തുമാണ്. അദ്ദേഹത്തിന്റെ നാടകങ്ങൾ പഠിക്കണമെന്നില്ല, എന്നാലും അദ്ദേഹം എന്തിനാണ് കിട്ടിയത്, സാഹിത്യം നോക്കി വെച്ചേക്കാം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹത്തിന്റെ കൃതികൾ കൂടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കാം. അടുത്ത വൈദ്യശാസ്ത്രം കാറ്റലിൻ കാരിക്കോ ഹംഗറി, ഡ്രൂ വെയ്സ്മാൻ USA. സ്ഥലം എവിടെ നിന്നാണെന്ന് നോക്കി വെച്ചേക്കാം. സ്റ്റേറ്റ്മെന്റിലായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ ഇതുകൂടി ചേർത്ത് വരും. കിട്ടിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ കോവിഡിനെതിരെ mRNA വാക്സിനുകൾ വികസിപ്പിക്കുന്നതിന് സഹായിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. എന്തിനാണ്? കോവിഡിനെതിരെ mRNA വാക്സിനുകൾ വികസിപ്പിക്കുന്നതിന് സഹായിച്ചതിനാണ് ഇവർക്ക് നൊബേൽ കിട്ടിയിരിക്കുന്നത്. ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കരണത്തെ കുറിച്ചുള്ള കണ്ടെത്തലാണ്. അടുത്ത രസതന്ത്രമാണെങ്കിൽ 3 പേർക്കുണ്ട്. മൗഗി ബോവെൻഡി, ലൂയിസ് ബ്രസ്, അലക്സി എക്സിമോ ആണ്. അതിപ്പോ തിരുവനന്തപുരം LDCക്ക് ചോദിച്ചതാണ്. ക്വാണ്ടം ഡോട്ട്സ് എന്ന സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് അത് കിട്ടിയത്. അടുത്തത് സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ്, ക്ലൗഡിയ ഗോൾഡിനാണ്. സ്ത്രീകളുടെ തൊഴിൽ വിപണി ബലങ്ങൾ എന്ന വിഷയത്തിനാണ് എന്ത് കിട്ടിയത്, നൊബേൽ കിട്ടിയത്. സ്ത്രീകളുടെ തൊഴിൽ വിപണി ബലങ്ങൾ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ നേടുന്ന 3ാമത്തെ വനിതയാണ് ക്ലൗഡിയ ഗോൾഡിൻ. 3ാമത്തെ വനിതയാണ്. ഒറ്റയ്ക്ക് പുരസ്കാരം നേടുന്ന ആദ്യത്തെ, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒറ്റയ്ക്ക് പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിതയും സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടുന്ന 3ാമത്തെ വനിതയുമാണ്. ഓക്കെ, അപ്പം സ്ത്രീകളുടെ തൊഴിൽ വിപണി ബലങ്ങൾ എന്ന വിഷയത്തിൽ പ്രവർത്തിച്ചതിനാണ് എന്ത് കിട്ടിയത്, നൊബേൽ കിട്ടിയത്. സാമ്പത്തിക ശാസ്ത്രം. അടുത്ത ഭൗതിക ശാസ്ത്രം, പെരെ അഗസ്തിനി, ഫ്രാൻസ് കറോസ്, ആനി എൽ ഹൊള്ളിയർ. അതായത് ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനത്തിനായിട്ടാണ് അവർക്ക് നൊബേൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ എല്ലാം ഒന്ന് നോക്കിയിട്ട് പോകണം. അടുത്ത ഇത് രണ്ടും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ കമ്പ്യൂട്ടറുമായിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ, അത് 2 വരെ കറണ്ട് അഫയേഴ്സ് ആണ് ആടുന്നത്. എല്ലാ വിഷയത്തിൽ കൂടിയും കറണ്ട് അഫയേഴ്സിന്റെ 2 ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതില് മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, അറിയാം. ഇൻസ്റ്റഗ്രാം മെറ്റയുടെ ആണ്, ഫേസ്ബുക്ക് മെറ്റയുടെ ആണ്, വാട്സാപ്പ് മെറ്റയുടെ ആണ്. മെറ്റ അല്ലാത്തത് ടെലിഗ്രാം ആണ്. അത് ഇപ്പം നമ്മളത് കാണാതെ ഇപ്പൊ പഠിച്ചിട്ട് പോണം എന്നൊന്നുമില്ല, അത് സോഷ്യലി നടക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അടുത്ത ഡീപ് ഫേക്ക്, അതും ഇതുപോലെയാണ്. പത്രം വായിക്കുന്നവർക്ക് തന്നെ എഴുതാൻ പറ്റും. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ് ഫേക്ക്. ഒരുപാട് ന്യൂസ് ഒക്കെ വന്ന് പലരുടെയും ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ഇങ്ങനെ. അപ്പൊ അതാണ് ഇത്. ടെലിഗ്രാം ആണ്. ബന്ധമല്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പൊ ആൻസർ ടെലിഗ്രാം ആണ്. ഇതിൽ ആൻസർ വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ് ഫേക്ക് എന്ന് പറയുന്നത്.
അടുത്ത സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര്. സൂര്യൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താ, ആദിത്യയാണ്. ആദിത്യ L1 ആണ് ആൻസർ. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും ചോദിക്കുമ്പോൾ തന്നെ അറിയാം, സൂര്യന്റെ തുറന്നേ ഉള്ളൂ, അപ്പം ആദിത്യയാണ്. ഇനി അടുത്ത് ബാക്കിയുള്ളത് എന്താണെന്ന് നോക്കാം. ആദിത്യ L1 എന്ന് വെച്ചാല് അത് എല്ലാ നോക്കുക, ഒന്ന് ആദിത്യ, ഗഗൻയാൻ, മംഗൾയാൻ, ചന്ദ്രയാൻ എല്ലാത്തിന്റെയും വിക്ഷേപണ ദിവസം, സ്ഥലം ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന്, വിക്ഷേപണ വാഹനങ്ങള്, സെന്റർ, വിക്ഷേപിച്ചത് എവിടെ എന്ന് നോക്കി വെച്ചേക്കാം. ആദിത്യ L1 ആദ്യത്തെ സൗരദൗത്യമാണ്, ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ് രാവിലെ 11:50. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ടയാണ്. വാഹനം PSLV C-57 ആണ്, ഓർത്തു വെച്ചേക്കാം. വിക്ഷേപണ വാഹനം PSLV C-57 ആണ്. 1480.7 കിലോഗ്രാം ഉണ്ട്. കാലാവധി 5 വർഷം 2 മാസം. ചെലവ് 400 കോടി. മിഷൻ ഡയറക്ടർ ബിജു SR, പ്രൊജക്ട് ഡയറക്ടർ നിഗാർ ഷാജി. എല്ലാം പഠിക്കണമെന്നില്ല. അപ്പം അത്യാവശ്യം എന്നാണ് വിക്ഷേപിച്ചത്, വിക്ഷേപണ സ്ഥലം, വിക്ഷേപണ വാഹനം പഠിച്ചു വെച്ചേക്കാം. ആദ്യത്തെ L1 ലഗേജ് ഇതൊക്കെ ഒന്ന് ചിലപ്പോ സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. ചന്ദ്രയാനും ഗഗൻയാനും നോക്കാം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ദൗത്യമാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി ആരെന്ന് ചോദിച്ചാൽ അഭിലാഷ് ടോമിയാണ്. കാരണം മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി ആരെന്ന് ചോദിച്ചാൽ അഭിലാഷ് ടോമിയാണ്. വിക്ഷേപണ വാഹനത്തിന്റെ എഞ്ചിൻ L110G വികാസ് എഞ്ചിനാണ്. വാഹനത്തിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ L110G വികാസ് എഞ്ചിനാണ്. ഓക്കെ, അടുത്ത ചന്ദ്രയാൻ വിക്ഷേപിച്ചത്, ചന്ദ്രയാനാണ് നോക്കുന്നത്. ചന്ദ്രയാൻ വിക്ഷേപിച്ചത് 2023 ജൂലൈ 14, മൂന്നാമത്തെ ദൗത്യമാണ്. 2023 ജൂലൈ 14 വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ടയാണ്. വാഹനം 3LVM-3 ആണ്. പ്രധാന ഭാഗങ്ങള് ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ചിലപ്പോ സ്റ്റേറ്റ്മെന്റിൽ ചേർക്കാൻ പറ്റുന്നതാണ്, ചോദിച്ചിട്ടുണ്ട് മുന്നേ. അപ്പോ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ എത്തുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഓർത്തു വെച്ചേക്കുക, ദക്ഷിണ ധ്രുവം അതാണ് ഇമ്പോർട്ടന്റ്. ദക്ഷിണ ധ്രുവത്തിൽ എത്തുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ഏകദേശം ചിലവ് 615 കോടിയാണ്. ലാൻഡറിന്റെ പേര് വിക്രം, റോവറിന്റെ പേര് പ്രഗ്യാൻ. ലാൻഡറും റോവറും ചോദിച്ചിട്ടുണ്ട്. ലാൻഡറിന്റെ പേര് വിക്രം, റോവറിന്റെ പേര് പ്രഗ്യാൻ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി എന്നാണ്. അപ്പം ഡേറ്റ് ചോദിക്കുന്നുണ്ട്, എല്ലാ ഡേറ്റ് പഠിച്ചു വെച്ചേക്കുക. ഇതിന്റെ ആൻസർ ആഗസ്റ്റ് 23. നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഡേറ്റുകൾ നോക്കാം. ഇത് കുറച്ചേ ഉള്ളൂ, നമുക്കിനി ചോദിക്കും എന്ന ഒരു ഉറപ്പുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ എല്ലാ ഡേറ്റും പഠിച്ചു വെച്ചേക്കാൻ ശ്രമിക്കുക. എന്നാലും ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. മനുഷ്യാവകാശ ദിനമുണ്ട്, ന്യൂനപക്ഷ അവകാശ ദിനം, യുവജന ദിനം, ജാവലിൻ ദിനം, കൈത്തറി ദിനം. അതായത് ഇനി അടുത്ത മാസങ്ങളിലുള്ളതാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. 77ാമത് സ്വാതന്ത്ര്യ ദിനം 2023 ആഗസ്റ്റ് 15-ലാണ്. അപ്പം ഇനിയിപ്പോ 2024 ആഗസ്റ്റ് 15-ആണ് വരുന്നത്. അപ്പൊ അത് 78 ഓർത്തു വെച്ചേക്കുക. അധ്യാപക ദിനം, രക്തസാക്ഷി ദിനം, ബഹിരാകാശ ദിനം, അതാണ് ഇപ്പൊ ചോദിച്ചത്. ലോക ഭക്ഷ്യ ദിനം, സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം, അന്താരാഷ്ട്ര മോൾ ദിനം, പ്രമേഹ ദിനം, എയ്ഡ്സ് ദിനം, മണ്ണ് ദിനം. അപ്പൊ അത്യാവശ്യം കുറച്ച് ഡേറ്റ്സുകൾ നോക്കി വെച്ചേക്കാം. ഇതെല്ലാം ഇല്ല, ഞാൻ കുറച്ച് അത്യാവശ്യം ഉള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഡേറ്റ്സും കൂടെ നോക്കിയിട്ട് പോവുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് പോവുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അതാണ് ചോദ്യം. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ആണ്. ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു, അദ്ദേഹം മാറിയിട്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ആയത്. കേരളത്തിലെ സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാല് ശ്രീ എം ഷാജർ ആണ്. അപ്പൊ നമുക്ക് ഇപ്പോ ഉള്ള ആൾക്കാരെ ഒന്ന് നോക്കാം. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ഡോക്ടർ വി വേണു ആണ്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആണ്. അടുത്ത ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് പത്മകുമാർ. വനം വകുപ്പ് ഗംഗാ സിംഗ്. കേരളത്തിലെ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് IPS. കേരളത്തിന്റെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ മേധാവി TK വിനോദ് കുമാർ. കേരള ഇന്റലിജൻസ് ബ്യൂറോ മനോജ് എബ്രഹാം.
സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ കെ ദിലീപ് ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് വെച്ചാൽ വിശ്വാസ് മേത്തയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഡോക്ടർ കെ ദിലീപ് നോക്കി വെച്ചേക്കാം. അടുത്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണെന്ന് വെച്ചാൽ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ആണ്. കെയർ ഡയറക്ടർ വി അജിത് കുമാർ. കേരള ജല അതോറിറ്റി ചെയർമാൻ അശോക് കുമാർ സിംഗ്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത്. പിന്നെ വഖഫ് ബോർഡ് ചെയർമാൻ മുൻ PSC ചെയർമാൻ ആണ് എം കെ സക്കീർ. അടുത്ത കേരള യുവജന കമ്മീഷൻ അധ്യക്ഷനാണ് ഇപ്പൊ ചോദിച്ചത് എം ഷാജർ. അടുത്ത ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ വരുന്നത് എ റഷീദ് ആണ്. അടുത്ത തോന്നക്കൽ ലൈഫ് സയൻസ് പാർക്കിന്റെ CEO സതീഷ് ചന്ദ്ര. റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വസന്തകേശൻ. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചത് PT ഉഷയ്ക്കാണ്. കേരളത്തിലെ കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി വിദേശത്തെ കുടിയേറുന്നതിനെ പറ്റി പഠിക്കാൻ നിയമിക്കപ്പെട്ട സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനാണ്. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലാണ്. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക്. അപ്പം ഇത് കുറച്ചേ ഉള്ളൂ. ബാക്കി എല്ലാത്തിന്റെയും ആൾക്കാരെ നോക്കി എല്ലാത്തിന്റെയും ഡയറക്ടർ CEO ഒക്കെ നോക്കിയിട്ട് പോണം. കേരളത്തിന്റെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ A റഷീദ് ആണ്. കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാൻ SK സജീഷ്. കേരള സർക്കാരിന്റെ ഡൽഹിയുടെ പ്രത്യേക പ്രതിനിധി എന്ന് പറയുന്നത് KB തോമസ്. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ ചെയർമാൻ B കാശി വിശ്വനാഥൻ. ടെക്നോ പാർക്കിന്റെ CEO സഞ്ജീവ് നായർ. അടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനും ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാനുമാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഡോക്ടർ അരുൺകുമാർ മിശ്രയാണ് ആൻസർ. അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു, ഇപ്പൊ ആക്ടിംഗ് ആണ് നടക്കുന്നത്. ഇപ്പൊ എക്സാമിന് വരുമ്പോ നമ്മൾ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമിന് ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ അരുൺകുമാർ മിശ്ര തന്നെ എഴുതണമെന്ന്. അപ്പൊ അത് തന്നെ ചോദിച്ചു. അരുൺകുമാർ മിശ്രയാണ് നമ്മൾ എഴുതേണ്ടത്. ഓപ്ഷനിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരാണ് എഴുതാനുള്ളത്, അതുകൊണ്ടാണ് അത് എഴുതിയത്. അടുത്ത് വനിതാ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് രേഖ ശർമ്മയാണ്. എന്താണ് സതീദേവി P സതീദേവി എന്ന് പറയുന്നത് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാനാണ്. മമതാ കുമാരിയും ഖുഷ്ബു സുന്ദറും ദേശീയ വനിതാ കമ്മീഷന്റെ മെമ്പേഴ്സ് ആണ്. അപ്പൊ രേഖ ശർമ്മയാണ് വനിതാ കമ്മീഷൻ ചെയർമാൻ. സതീദേവി സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാനാണ്. മമതാ കുമാരി, ഖുഷ്ബു സുന്ദർ ദേശീയ വനിതാ കമ്മീഷനിലുള്ള മെമ്പേഴ്സ് ആണ്. അടുത്ത നീതി ആയോഗ്, ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നീതി ആയോഗിന്റെ പുതിയ CEO BVR ബാലസുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബറി. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നോക്കി വെച്ചേക്കുക ഹീരാലാൽ സമരിയെയാണ്. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ. ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ MV സുചീന്ദ്രകുമാർ. ഇന്ത്യൻ വ്യോമസേന മേധാവി VR ചൗധരിയാണ്. ഖാദി ബോർഡ് LDCക്കും സെയിം ഇവിടെ ഇതുപോലെ ഇതിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതുപോലെ അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അതിൽ ന്യൂനപക്ഷ കമ്മീഷൻ ആണ് ചോദിച്ചിരുന്നത്. അപ്പോ ഇത് നമ്മൾ എന്താണ് ദേശീയ മനുഷ്യാവകാശം, അതുപോലെ ദേശീയം പഠിക്കുക, സംസ്ഥാനം പഠിക്കുക, അപ്പൊ എല്ലാം പഠിച്ചു പോവുക. അപ്പം നമുക്ക് ഇപ്പൊ പഠിച്ച ക്വസ്റ്റ്യൻസ് ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് കൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക. കറണ്ട് അഫയേഴ്സും ബാക്കി റിലേറ്റഡ് ഫാക്ട്സ് ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ പഠിക്കുമ്പോൾ നമ്മൾ വ്യക്തതയോടുകൂടി പഠിക്കുക. ചിലപ്പോൾ നമുക്കിപ്പോ 1 വേർഡ് ആണ് 2 എക്സാമിന് ചോദിച്ചത്, ഇനി ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഒന്ന് വ്യക്തതയോടെ പഠിച്ചിട്ട് പോയാൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു.